കളക്ഷൻ റിപ്പോർട്ടും കണക്കുകളുമാണ് ഇന്ന് ചിത്രങ്ങളുടെ വിജയപരാജയം നിർണ്ണയിക്കുന്നത്. ആരാധകർ ആവേശത്തിൽ താരങ്ങൾക്കായി വാദിക്കുന്നതും ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മലയാള സിനിമകളുടെ ആഗോള കളക്ഷൻ കണക്കിലെടുത്താൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത് എമ്പുരാൻ തന്നെയാണ്. ആകെ 262.74 കോടിയാണ് ഈ മോഹൻലാൽ ചിത്രം നേടിയെടുത്തത്. മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി എമ്പുരാൻ മാറി. 2025 പ്രദർശനത്തിനെത്തിയ മറ്റു ചിത്രങ്ങളും കളക്ഷനും നോക്കാം. 10ാം സ്ഥാനത്ത് ഇടം നേടിയിരിക്കുന്ന ബേസിൽ ചിത്രം മരണമാസ് നേടിയത് 13.36 കോടിയാണ്. മാത്യു തോമസ്, അർജുൻ അശോകൻ തുടങ്ങിയവർ വേഷമിട്ട ബ്രൊമാൻസ് ആണ് 9ാം സ്ഥാനത്തുള്ളത്. പട്ടികയിൽ മുൻനിരയിൽ ഇടം നേടിയിരിക്കുന്നത് കൂടുതലും യുവതാരങ്ങളാണ് എന്നുള്ളതാണ് 2025 കളക്ഷൻ കണക്കുകളുടെ പ്രത്യേകത. 8ാം സ്ഥാനത്ത് ടൊവിനോ ചിത്രം ഐഡന്റിറ്റിയാണ് ആഗോളതലത്തിൽ 16.50 കോടി രൂപ നേടിയെടുത്തത്. 7ാം സ്ഥാനത്തും ബേസിലുണ്ട്. 17.40 കോടി രൂപയുമായി പൊന്മാൻ ഇടം നേടി. 6ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയാണ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് 20.06 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. തൊട്ടടുത്ത് 5ാം സ്ഥാനവും മമ്മൂക്കയ്ക്ക് തന്നെയാണ്. ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ബസൂക്ക ഇതുവരെ ആഗോളതലത്തിൽ നിന്നും നേടിയത് 23 കോടി രൂപയാണ്. ആലപ്പുഴ ജിംഖാന മമ്മൂക്കയ്ക്ക് മുന്നിൽ ആഗോളതലത്തിൽ 44.94 കോടിയുമായി 4ാം സ്ഥാനത്തുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി 53.10 കോടി രൂപയുമായി 3ാം സ്ഥാനത്തും യുവനടൻ ആസിഫ് അലിയുടെ രേഖാചിത്രം 57.30 കോടിയുമായി 2ാം സ്ഥാനത്തുമുണ്ട്. ഏറ്റവും ശ്രദ്ധേയം 2025 ഇതുവരെ 4 മാസം പിന്നിടുമ്പോഴും ദുൽഖറിന് മലയാളത്തിൽ റിലീസ് ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.